അപ്പോൾ ഗൈസ് ഇന്നലെ ഇട്ട വ്ളോഗിൻ്റെ ബാക്കിയാണ്. സോ ഈവനിങ് അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ കാണിക്കാൻ പോകും. സോ നമ്മൾ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചക്ക ഇട്ടത്. സോ ചക്ക ഇട്ടതൊക്കെ അതേ മമ്മി ഇവിടെ സംഭവമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഈ വ്ളോഗ് എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. നമ്മൾ ചക്കയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ചോള പറിച്ചിട്ട് പിന്നെ ചക്കക്കൂര മാറ്റിയിട്ടു. എന്നിട്ട് ചോള ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കണം നമുക്ക് കറി വയ്ക്കാൻ പാകത്തിന്. പിന്നെ അതിന് ശേഷം നമ്മൾ ചക്ക വറുക്കാനായിട്ട് നല്ല തിന്നായിട്ട് മുറിച്ചിട്ട് ചക്ക വറുക്കുകയാണ്. ഇങ്ങനെ വറുത്ത് ഇങ്ങനെ കോരി എടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. സോ ബാക്കി നമ്മൾ നുറുക്കിയതെല്ലാം ഇങ്ങനെ പാക്കറ്റ് ആക്കി ചക്കക്കൂര മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാക്കറ്റാക്കിയിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് കയറ്റുകയാണ് ആവശ്യത്തിന് ഉപയോഗിക്കാൻ. പിന്നെ അതായത് നമ്മൾ ചക്ക വറുത്തത് ഇങ്ങനെ പാക്കറ്റ് ആക്കി ബാക്കിയുള്ളത് ഇങ്ങനെ ചെപ്പിലാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട്. സോ മമ്മിയാണെങ്കിൽ ഭയങ്കര തിന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രിസ്പിയാണ്. നമുക്ക് സൗണ്ട് ഒക്കെ നമുക്കുണ്ടാവും. ഭയങ്കര ക്രിസ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. ചെയ്യണം ഭയങ്കര തിന്നായിട്ടാണ് മമ്മി കട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ. സോ അടിപൊളിയാണ്. സോ വീട്ടിലെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പഴുക്കാത്തത് എടുത്തിട്ട് നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വറക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. സോ നമ്മൾ ചാർക്കോൾ ചാക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നത്. സോ ഇവിടെ അടിപൊളി കുഴിമന്തി ഷവർമയൊക്കെ കിട്ടുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. സോ അവിടെ ദി ബാക്ക് ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഒരു ബെഞ്ചിലൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ സ്വീറ്റ് കോൺ സൂപ്പ് വിത്ത് ചിക്കൻ പറഞ്ഞിരുന്നു, അതും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ജമൈക്കൻ വിങ്സ് പറഞ്ഞിരുന്നു, കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വിത്ത് മയോണൈസൊക്കെയാണ് അവർ തരുന്നത്. അത് നമ്മുടെ ടേസ്റ്റ് റബ്ബർ കഴിച്ച് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറുണ്ട്, നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പാണെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മളൊരു ഷവർമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഷവർമ നമ്മളത് ടേസ്റ്റ് റബ്ബർ കഴിച്ച് നോക്കുന്നുണ്ട്. സോ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. നല്ല അടിപൊളി ഷവർമ. അതിനുശേഷം നമ്മൾ ഒരു ബീഫ് കുഴിമന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഴിമന്തി കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വായയിൽ വെള്ളം മരുന്ന് പോലത്തൊരു കുഴിമന്തിയും ആ ബീഫൊക്കെ ആയിരുന്നു. 4 പീസ് ബീഫൊക്കെയാണ് ഉണ്ടായിരുന്നത്. സോ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് വായിൽ വയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ബീഫും പിന്നെ അവരുടെ ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റും നല്ല ബിരിയാണിയും പോലെ ആ കുഴിമന്തിയുടെ ടേസ്റ്റും നല്ല അടിപൊളി തന്നെയായിരുന്നു. സോ കഴിച്ചിട്ടൊന്നും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ ആലുവയിൽ നിന്ന് അങ്കമാലി വഴി റൂട്ടിലാണെങ്കിൽ അങ്കമാലി മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ചാർക്കോൾ ഷാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉള്ളത്.